ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്, ഈമാൻ. എന്താണ് വിശ്വാസം? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഹാബത്തിന് ആ വിഷയത്തിലുള്ള നിലപാട് എന്താ അത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നൊരു ഹദീസുണ്ട്, നമുക്കതിൽ കുറേ കാര്യങ്ങൾക്ക് അതിൽ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന, വേറൊരു റിവായത്തിൽ ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാനിന് 70 പരം, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിലുള്ളതുപോലെ 60 പരം ഭാഗങ്ങളുണ്ട്. എന്നുവെച്ചാൽ പാർട്സ് നമ്മൾ പറയും, ഓരോരോ ഭാഗങ്ങളാണ്. അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ശ്രദ്ധിക്കണം, ഈമാനിനെ പറ്റി പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരത്തിന് ഈമാനിലാണ് എണ്ണിയത്. എന്ന് വെച്ചാൽ സംസാരം ഈമാനിൽപ്പെട്ടതാണ്. പിന്നെ പറയുന്നത് എന്താ? വ അദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിലേറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യം ഏതാ? ഭാഗം ഏതാ? വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്നുള്ളതാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എങ്ങനെയാണ്? നമ്മുടെ അവയവങ്ങൾ കൊണ്ടാണ്. അപ്പം അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിൻ്റെ ഭാഗമായിട്ട് എണ്ണിയത്. അപ്പം നമ്മളിൽ പല ആളുകളും കരുതുന്നത് പോലെ ഹൃദയത്തിനകത്തുള്ളത് മാത്രമല്ല ഈമാൻ. ഹൃദയത്തിനകത്തുള്ളതും ഈമാൻ തന്നെ. അതേപോലെ തന്നെ നാവുകൾ, അത് പുറത്തേക്ക് വരുന്ന സംസാരവും ഈമാൻ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈമാൻ അറിയിക്കുന്നുണ്ട്. ഇതെന്തിനു പറയുന്നതെന്നറിയോ? നമ്മളിൽ പല ആളുകളും, ഒരുപാട് ആളുകൾ, നമ്മൾ അവരോട് പല കാര്യങ്ങളും, ഒരു പുരുഷന്മാരോടാണെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളുടെ മുഖത്തുള്ള താടി രോമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ വെറുതെ വിടാത്തത്? നിങ്ങളുടെ വസ്ത്രം എന്താണ് നിര്യാണിക്ക് താഴെ പോകുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം നരകത്തിലാണ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പ്രതികരിക്കുക എന്താ? അത്തഖ്വ ഹാഹുന, തഖ്വ എവിടെയാണ്? എവിടെയാണ് എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് എന്താ? എൻ്റെ മനസ്സ് ശുദ്ധമാണ്, എൻ്റെ ഈമാൻ ക്ലിയറാണ്, എൻ്റെ ഈ പുറത്തുള്ള ഈ രൂപം കണ്ടിട്ട് എൻ്റെ ഈമാൻ നിങ്ങൾ അളക്കണ്ട എന്ന രൂപത്തിലാണ് അവർ പ്രതികരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അലാ വഹിയൽ ഖൽബ്, അറിഞ്ഞുകൊള്ളുക, ആ മാംസകഷ്ണം അത് കൽബാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ ഹൃദയം നന്നായാൽ അവൻ്റെ നാവ് നന്നാവും, അവൻ്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം നന്നാവും, അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാവും, എല്ലാം നന്നാവും. എന്ന് വെച്ചാൽ തിരിച്ചു പറഞ്ഞാൽ ഒരാൾ ഹറാമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹറാമുകൾ അവൻ മനസ്സിൽ താലോലിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ, അതിനോടുള്ള ഇഷ്ടം അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അവൻ വാജിബുകൾ ചെയ്യാൻ അവൻ അത് പരിശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കേടാണെന്ന, ഈമാന് പ്രശ്നമുണ്ടെന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് രണ്ടും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്, ഉള്ളും പുറവും. ഹൃദയം നന്നായാൽ പുറവും നന്നാവും, സംസാരം നന്നാവും, പ്രവർത്തനങ്ങൾ നന്നാവും, വാജിബുകൾ പാലിക്കും, ഹറാമുകൾ വിട്ടു നിൽക്കും. നേരെ തിരിച്ചാണോ അവൻ്റെ ഹൃദയം കേടാണ്, ഈമാൻ ശരിയായിട്ടില്ല.